റാങ്കിങ് ആൻഡ് അഡ്മിഷൻസ് ഭയങ്കര ഈസിയാണ് എന്ന് പറയാം. 6 മണിക്കൂർ നിങ്ങൾക്ക് ഓഫർ ലെറ്റർ കിട്ടും, അല്ലെങ്കിൽ നിങ്ങളുടെ അഡ്മിഷൻ പ്രോസസ്സ് കഴിയും എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഓർക്കുക ആ യൂണിവേഴ്സിറ്റിക്ക് നിലവാരം കുറവാണ്. അവർ ഡെസ്പറേറ്റ് ആയതുകൊണ്ടാണ് ഇത്ര ഈസി ആയിട്ട് അഡ്മിഷൻ തരുന്നത്. അപ്പോൾ കോമ്പറ്റേറ്റീവ് അഡ്മിഷൻ പ്രോസസ്സ് ഉള്ളത് നല്ലതാണ്. നല്ല യൂണിവേഴ്സിറ്റികൾക്ക് ഇതെല്ലാം ഉണ്ടാവും, ക്ലിയർ ഇവാലുവേഷൻ ക്രൈറ്റീരിയ ഉണ്ടാവും, ഹൈ അക്കാഡമിക് സ്റ്റാൻഡേർഡ്സ് ഉണ്ടാവും. അപ്പോൾ ഇതൊന്നും ഇല്ലാതെ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഒരു MBA തരാം എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സിറ്റി പോയി പഠിക്കേണ്ടതുണ്ടോ എന്നൊന്നുകൂടെ ആലോചിക്കുക. അപ്പോൾ ചൂസ് എ ട്രാൻസ്പെറൻറ്റ് ഏജൻസി, നോട്ട് എ സെയിൽസ് പേഴ്സൺ. സ്റ്റഡിങ് എബ്രോഡ് ഇസ് നോട്ട് ജസ്റ്റ് ഗെറ്റിംഗ് ഇൻടു യൂണിവേഴ്സിറ്റി, ഇറ്റ്സ് അബൌട്ട് ചൂസിങ് ദ റൈറ്റ് കൺട്രി. അവിടെ നന്നായി സസ്റ്റെയിൻ ചെയ്യാൻ നിങ്ങൾക്ക് കഴിവുണ്ടോ, അവിടുത്തെ ലിവിങ് കോസ്റ്റ് നിങ്ങൾക്ക് താങ്ങുമോ, ഈ കാര്യങ്ങളും പിന്നെ ജോബ് മാർക്കറ്റ് റിയാലിറ്റീസ് എന്താണ്, ഇതൊക്കെ പറഞ്ഞു തരുന്ന ഒരു ട്രാൻസ്പെറൻറ്റ് കൗൺസിലറാണ് നിങ്ങൾക്ക് ആവശ്യം. അതാണ് ഹോലവേൾഡിൽ ഞങ്ങൾ തരാൻ ശ്രമിക്കുന്നതും. ഞങ്ങളെപ്പോലെയുള്ള ഏജൻസികൾ വേറെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും സെയിൽസ് സ്ട്രാറ്റജിയിൽ ചെന്ന് വീഴാതെ, ഇമോഷണലി വീഴാതെ, അല്ലെങ്കിൽ ഫിനാൻഷ്യലി ഒരു ലോങ് ടേം പ്ലാൻ മനസ്സിൽ പ്ലാൻ ചെയ്ത് ഫിനാൻഷ്യലി പ്രൊഫഷണലി തീരുമാനങ്ങൾ എടുക്കുക. ഒരു എത്തിക്കൽ ഏജൻസിക്ക് ഫുൾ പിക്ചർ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റും, നോട്ട് ഓൺലി ദ സണ്ണി സൈഡ്. അപ്പം ഹോലവേൾഡിൽ നമ്മുടെ സ്റ്റുഡൻസിനോടൊപ്പം വർക്ക് ചെയ്യുന്നത് അവരുടെ ഫ്യൂച്ചർ ബിൽഡ് ചെയ്യാൻ വേണ്ടിയാണ്. നമ്മൾ ചിലപ്പോൾ നോ പറയാറുണ്ട് സ്റ്റുഡൻസിനോട്, അതുപോലെ സ്റ്റുഡൻസിൻ്റെ ഓപ്ഷൻസ് ശരിയല്ലെങ്കിൽ ഞങ്ങളത് കറക്റ്റ് ആക്കാൻ ശ്രമിക്കാറുണ്ട്. ലോങ് റണ്ണിലേക്ക് എന്താണ് നമുക്ക് ആവശ്യം അത് സത്യസന്ധമായിട്ട് പറയാൻ ശ്രമിക്കുന്ന ഏജൻസിയാണ് ഹോലവേൾഡ്. അപ്പോൾ ഫൈനൽ തോട്ട്, എബ്രോഡ് ഇസ് വർത്ത് ഇറ്റ്, ബട്ട് ഓൺലി ഇഫ് യു ഡു ഇറ്റ് റൈറ്റ്.